തനിക്കെതിരായ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതോടെ ആദായ നികുതിയുടെ വേട്ടയാടലിന് ഇരയായ BBC ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചത് കേവലം ഒരു വാർത്തയല്ല. ഇന്ത്യയിലെ ഓരോ ജനങ്ങളും തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലിന് ഇരയാണ് BBC എന്ന് ഉറക്കെ പറയാനുള്ള തന്റെ ഇടം ഇന്ന് പല മാധ്യമങ്ങൾക്കും ഇല്ല എന്ന വസ്തുത പോലും ഒരുപക്ഷെ മോദി സർക്കാരിന്റെ ഭീകരതയെ ചൂണ്ടിക്കാട്ടുന്നതാണ്. എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ ചരിത്രമുള്ള BBC എന്ന ഒരു വലിയ മാധ്യമ സ്ഥാപനം ഇന്ത്യയിലെ ഓഫീസ് അടച്ചുപൂട്ടുന്നത്? അതിന് കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. കേന്ദ്രം കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ചരിത്രമുള്ള പല മാധ്യമങ്ങളിൽ നിന്നും BBC വേറിട്ട് നിന്നു എന്നത് മാത്രമാണ് ഇതിന്റെ കാരണം. രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭീകരതയെ പേടിച്ച് ജീവിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയും വരുന്ന ഒരു ജനതയാണ് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലുള്ളത്. കേന്ദ്രത്തിനെതിരെ വാ തുറന്നാൽ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ തുറന്നു പറഞ്ഞാൽ പിന്നീട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് BBCയുടെ നിലവിലെ അവസ്ഥ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി സർക്കാർ BBCയെയും വേട്ടയാടാൻ ആരംഭിച്ചത്. 2023 ഫെബ്രുവരിയിലായിരുന്നു 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി BBC സംപ്രേഷണം ചെയ്തത്. ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ സംപ്രേഷണം കേന്ദ്ര സർക്കാർ വിലക്കി. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് മറയില്ലാതെ വിവരിക്കുന്ന ഡോക്യുമെന്ററി ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. കേന്ദ്രം ED എന്ന വാളിനെ ഉപയോഗിച്ച് ഫാസിസത്തിനും ഭീകരതയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും വെട്ടിയൊതുക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രം മറന്നുപോകുന്ന മറ്റു ചിലതുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്താം. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനെയുമാണ് കേന്ദ്രം ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വഴങ്ങാത്തവരും ഈ രാജ്യത്ത് ഉണ്ടെന്ന് ഓർക്കണം. ദി വയറും ന്യൂസ് ക്ലിക്കും ന്യൂസ് ലോണ്ടറിയുമെല്ലാം മോദിയുടെ വേട്ടയാടലിന് ഇരയാണെന്ന കാര്യം എപ്പോഴും ഓരോ ഇന്ത്യക്കാരനും ഓർത്തുകൊണ്ടേയിരിക്കണം. ഫാസിസത്തിനെതിരെ ഉറച്ചു നിന്ന് പോരാടാൻ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളും തുനിഞ്ഞിറങ്ങിയാൽ EDയെ പോലെ ഒരു സ്ഥാപനമെന്നല്ല, കേന്ദ്രം മുഴുവൻ ഏത് അടവുകൾ പയറ്റിയാലും നിങ്ങൾക്ക് തോറ്റ് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. കാരണം പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ സ്വന്തമാക്കിയവരാണ് ഇന്ത്യക്കാർ. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് വിധേയപ്പെട്ടവരെ ആരാധിക്കുന്നവർക്ക് തലകുനിക്കാത്ത യഥാർത്ഥ മാധ്യമങ്ങളുടെ കരുത്തും തന്റേടവും ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല.